ഇത് നമ്മൾ ബ്യൂട്ടി പാർലറിൽ ക്ലീനപ്പ് ഒക്കെ ചെയ്യാൻ വരുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കി ഇട്ട് കൊടുക്കുന്ന പാക്കാണ് കേട്ടോ. വളരെ നല്ല പാക്കാണ്. ഞാൻ ഈ കാണിച്ചു തരുന്ന എല്ലാ രീതികളും നമ്മൾ ബ്യൂട്ടി പാർലറിൽ ചെയ്ത് കൊടുക്കണം അതേ രീതിയിലാണ് ഞാൻ ചെയ്യണത് കേട്ടോ. ഞാനിവിടെ ഹോം റെമഡി ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് സ്റ്റീമിങ്ങിനെ കുറിച്ചാണ്. നമ്മൾ എന്തിനാണ് ഫേസ് സ്റ്റീം ചെയ്യുന്നത്, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, എത്ര നേരം സ്റ്റീം ചെയ്യണം എന്നൊക്കെയുള്ളതാണ്. അപ്പം സുന്ദരികളായിട്ട് ഇരിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ടാവും. പലരും ബ്യൂട്ടി പാർലറിൽ പോകാൻ പറ്റാതെ വീട്ടിൽ ഹോം റെമഡിയൊക്കെ ചെയ്ത് എങ്ങനെയാണ് സുന്ദരികളായിട്ടിരിക്കണമെന്നുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സ്ക്രബ് ചെയ്യണത്, അതുപോലെ തന്നെ പാക്ക് സ്റ്റീം ചെയ്യണത്, അങ്ങനെയൊക്കെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് സ്പെഷ്യലായിട്ട് സ്റ്റീമിങ്ങിനെ കുറിച്ച് പറയാനാണ്. അതിൻ്റെ കൂടെ തന്നെ സ്ക്രബിങ്ങും പാക്കും കൂടി ഇട്ട് ഒരു വീഡിയോ ആണ് ഇന്നത്തെ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ ഇത് നമ്മൾ സ്റ്റീം ചെയ്യാൻ പോവുകയാണ്. അപ്പം നമ്മൾ സ്റ്റീം ചെയ്യാൻ പോകുന്നതിന് മുന്നേ മാത്രമല്ല, നമ്മൾ എപ്പോഴും സ്കിൻ കെയർ ചെയ്യാൻ ആരംഭിക്കുന്നതിന് മുന്നേ നമ്മുടെ കൈകൾ നന്നായിട്ട് ക്ലീൻ ആക്കി വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ മുഖം നന്നായിട്ട് ഒന്നെങ്കിൽ ഫേസ് വാഷോ അല്ലെങ്കിൽ പയർ പൊടിയോ എന്തെങ്കിലും നിങ്ങൾ എന്താണ് ഉപയോഗിച്ച് മുഖം കഴുകുന്നത് അത് ഉപയോഗിച്ച് നന്നായിട്ട് നമ്മുടെ സ്കിന്നൊന്ന് ക്ലീൻ ആക്കി വെക്കുക. പിന്നെ നമ്മൾ എപ്പോഴാണ് സ്ക്രബ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സ്റ്റീമൊക്കെ എടുത്തിട്ട് നമ്മൾ എപ്പോഴാണ് സ്ക്രബ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഞങ്ങൾ സാധാരണ എപ്പോഴും തന്നെ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ എൻ്റെ മുഖത്ത് എപ്പോഴും ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റ് ഫീലായിരിക്കും. ഒരുപാട് ഇങ്ങനെ കുത്തണ രീതിക്കോ അല്ലെങ്കിൽ ഒരു ഹാർഡായിട്ടുള്ള ഒരു ഫീൽ എനിക്ക് ഉണ്ടാവാറില്ല. അപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ച എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും, എൻ്റെ ചെറിയ ചെറിയ വീഡിയോസും ഷോർട്സും ഒക്കെ കണ്ടവർക്ക് അറിയാമായിരിക്കും. കഴിഞ്ഞ ഒരാഴ്ച ഇവിടെ അവധിയായിരുന്നു, ഞങ്ങൾ ഫുള്ള് പുറത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് വെയിലും പൊടിയും ചെളിയും ഒക്കെ അഴിച്ച് ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് വീട്ടിൽ ഇരിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ സ്കിന്നേൽ തൊട്ട് നോക്കുമ്പോൾ ഫുള്ളിങ്ങനെ എന്തോ ഇങ്ങനെ കുത്തി കയറുന്ന പോലെ നമുക്കത് ശരിക്കും തോന്നും. നമുക്ക് കൈയുടെ നഖം കൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ അതിങ്ങനെ ഇളകി പോരും എന്നുള്ളത്. നമ്മുടെ സ്കിന്നിൻ്റെ പോറിലേക്ക് ഈ ഡെഡ്സും അതുപോലെ നമ്മുടെ സ്കിന്നിൽ നിന്ന് പുറപ്പെടുന്ന ഓയിലും എല്ലാം കൂടെ അടിഞ്ഞു കൂടിയിട്ട് അത് അതിൻ്റെ പോറ് നിറഞ്ഞതിന് ശേഷം അത് വെളിയിലേക്ക് ബ്ലാക്ക് ഹെഡ്സ് ആയിട്ട് നിറഞ്ഞു നിൽക്കണതാണ്. മാത്രമല്ല പിന്നെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ മൂക്കിൻ്റെ ഈ സൈഡിൽ കൂടെയൊക്കെ ഉള്ളിൽ കുത്തു പോലെ കറുത്ത് ഉള്ളിൽ ഇരിക്കുന്നത് കാണാം, ബ്ലാക്ക് ഹെഡ്സ്. അപ്പോൾ അതുപോലെയൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് നമുക്കത് റിമൂവ് ചെയ്യാനായിട്ട്, അതായത് വളരെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നന്നായിട്ട് സ്റ്റീം എടുത്തതിന് ശേഷം അത് സ്ക്രബ് ചെയ്ത് കളയുക എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാമോ എന്നറിയില്ല, പക്ഷേ എനിക്കിങ്ങനെ എൻ്റെ മുഖത്ത് കുരുകുരുകുരുകുരേന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നു. ഇങ്ങനെ അത് ഫുള്ളിങ്ങനെ ഇതായിട്ടിരിക്കണതാണ്. അപ്പം ഞാൻ 2-3 ദിവസമായി സ്ക്രബ് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. അപ്പം അങ്ങനെ വെറുതെ സ്ക്രബ് ചെയ്താൽ അത് ഫുള്ളായിട്ട് എൻ്റെ ഫേസിൽ നിന്ന് പോകില്ല എന്നറിയാം. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ നന്നായിട്ട് ഫേസ് സ്റ്റീം ചെയ്തതിന് ശേഷം സ്ക്രബ് ചെയ്ത് കളഞ്ഞാൽ മാത്രമേ പോകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സ്റ്റീം ചെയ്തതിന് ശേഷം സ്ക്രബ് ചെയ്ത് കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ മുഖമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റീം എടുക്കണം. അപ്പോൾ ഇതാണ് എൻ്റെ സ്റ്റീമർ. ഞാൻ ഉപയോഗിക്കുന്ന സ്റ്റീമർ ഇതാണ്. അപ്പോൾ പല സ്റ്റീമറുണ്ട്. അപ്പോൾ എൻ്റെ സ്റ്റീമറിൽ ഇത് കണ്ടോ, കുറച്ച് ഇതിലേക്ക് സ്റ്റീം വരുന്നുള്ളൂ, ഒരുപാട് അങ്ങ് സ്റ്റീം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ നല്ല ക്ലോസ് ആയിട്ട് പിടിക്കുക. അപ്പോൾ നമ്മുടെ മുഖത്തേക്ക് ഒരുപാട് പൊള്ളത്തക്ക രീതിയിൽ നമ്മൾ സ്റ്റീമർ പിടിക്കാതിരിക്കുക. അതുപോലെ നമ്മൾ സ്റ്റീം എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് നമ്മുടെ ഫേസിൻ്റെ ഓരോ വശത്തേക്ക്, പ്രത്യേകിച്ച് ഈ ഭാഗങ്ങളിലേക്കൊക്കെ കുരുക്കളായിട്ട് നിൽക്കുന്നതൊക്കെ ഈ സ്ഥലത്തൊക്കെ ആയിരിക്കും. അപ്പോൾ ആ സ്ഥലത്തേക്ക് കൂടുതൽ സ്റ്റീം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ഫേസ് ഇങ്ങനെ മാറ്റി മാറ്റി കൊടുത്ത് നമ്മൾ സ്റ്റീം ചെയ്ത് കൊടുത്താൽ മതി. ഈ 2 വശത്ത്, ഈ താടിയുടെ ഈ ഭാഗത്ത്, അതുപോലെ തന്നെ നെറ്റിയുടെ ഈ ഭാഗത്തൊക്കെ ആയിരിക്കും ഒട്ടുമിക്ക ആൾക്കാരുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടാവുക. അതൊക്കെ കളയാനായിട്ട്. അതുപോലെ തന്നെ മൂക്കിൻ്റെ ഈ വശത്തേക്കും നമുക്ക് സ്റ്റീം എടുത്ത് കൊടുക്കാം. അപ്പം നന്നായിട്ട് സ്റ്റീം വരുന്ന സ്റ്റീമർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നന്നായി സ്റ്റീം എടുത്താൽ മതി. ഇനിയിപ്പോൾ കുറച്ച് സ്റ്റീം വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അവർക്കിങ്ങനെ മൂടിയിട്ട് സ്റ്റീം എടുക്കാം. ഇങ്ങനെ ചെറുതായിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ സ്റ്റീം എടുക്കാം. അപ്പോൾ പലർക്കും ഉണ്ടായിരിക്കും അത് എത്ര നേരമാണ് നമ്മൾ സ്റ്റീം എടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാൻ അത് പറഞ്ഞുതരാം.
അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റീം എടുക്കേണ്ട കറക്റ്റായ സമയം. അതായത് എൻ്റെ മുഖത്ത് കണ്ടോ നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ പലരും 10 മിനിറ്റ് 15 മിനിറ്റ് എന്നൊക്കെ പറയാറുണ്ട് സ്റ്റീം എടുക്കണതിന് ഒരു സമയം. അപ്പോൾ നമുക്ക് അങ്ങനെ കറക്റ്റായിട്ടൊരു സമയം പറയാൻ പറ്റത്തില്ല. കാരണം പലരും ഉപയോഗിക്കുന്ന സ്റ്റീമർ പല ടൈപ്പിലുള്ളതായിരിക്കും. അപ്പോൾ നന്നായിട്ട് സ്റ്റീം വരുന്നവരാണെങ്കിൽ ചിലപ്പോൾ 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ മുഖം നന്നായിട്ട് വെറ്റായിട്ടുണ്ടാവും. ചിലർ 10 മിനിറ്റ്, അല്ലെങ്കിൽ എൻ്റെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മൂടിയിട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു അരമണിക്കൂർ നിന്നാലും എൻ്റെ മുഖം വേർക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കവർ ചെയ്തിട്ട് എടുത്തത്. നമ്മൾ സ്റ്റീം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഫേസ് ഇതുപോലെ നന്നായിട്ട് വെറ്റാവുന്നത് വരെ സ്റ്റീം എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മൾ സ്റ്റീം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പോൾ ഇനി നമുക്ക് സ്ക്രബ് ചെയ്യാം. അപ്പോൾ സ്ക്രബ് ചെയ്യാനായിട്ട് ഞാനിവിടെ 1 സ്പൂൺ അരിപ്പൊടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതിലേക്ക് 1 സ്പൂൺ കാപ്പിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഒരു 3-4 ഡ്രോപ്പ് ആൽമണ്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ആൽമണ്ട് ഓയിൽ ഇല്ലാത്തവർ വെളിച്ചെണ്ണ ആയാലും ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയോ ഒലിവ് ഓയിലോ ഒക്കെ ഒഴിച്ചു കൊടുത്താലും മതി. അപ്പം അതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ടത് 1 സ്പൂൺ തൈരാണ്. 1 സ്പൂൺ തൈരും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതുണ്ട്. അപ്പോൾ നമ്മുടെ സ്ക്രബ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സ്ക്രബ് ചെയ്യാം. അപ്പോൾ നമ്മൾ നമ്മുടെ മുഖത്ത് നിന്ന് ആ വാട്ടർ അങ്ങ് ഉണങ്ങുന്നതിന് മുന്നേ തന്നെ സ്ക്രബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ നമ്മൾ സ്ക്രബ് ഇടുന്നതിന് ഒരു 10 മിനിറ്റ് മുന്നേ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് നന്നായിട്ട് സോക്കായിട്ട് അതിൻ്റെ ഒരു ഗുഡ്നെസ്സും കൂടെ നമ്മുടെ ഫേസിലേക്ക് ഇറങ്ങാനായിട്ട് നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ പിന്നെ സ്ക്രബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ഹാൻഡ് കൊണ്ട് സ്ക്രബ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ സ്ക്രബ് ചെയ്യണ വീഡിയോസൊക്കെ ഞാൻ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് നമ്മുടെ സ്ക്രബ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയൊക്കെയാണോ നമ്മുടെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും കൂടുതലായിട്ടുള്ളത് അവിടെയൊക്കെ നമ്മൾ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് സ്ക്രബ് ചെയ്ത് കളയാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കൈ ഡ്രൈ ആയെന്ന് തോന്നുവാണെങ്കിൽ ഇതുപോലെ നമ്മൾ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വെക്കുക. എന്നിട്ട് ആ വെള്ളത്തിലൊന്ന് നമ്മുടെ കൈ ഡിപ്പ് ചെയ്തതിന് ശേഷം നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. കാരണം നമ്മുടെ സ്കിന്നിലൂടെ നമ്മുടെ കൈ ഒരിക്കലും റഫായിട്ട് മൂവ് ചെയ്യാൻ പാടില്ല. വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ മൂവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ സ്ക്രബ് ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മൾ സ്റ്റീം എടുത്തിട്ട് സ്ക്രബ് ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റീം എടുക്കുന്ന സമയത്ത് നമ്മുടെ ക്ലോസ്ഡ് ആയിട്ടുള്ള പോറൊക്കെ ഓപ്പൺ ആവാൻ നമ്മളെ സഹായിക്കും. അതുവഴി നമ്മുടെ പോർസിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന നമ്മുടെ ഇംപ്യൂരിറ്റീസൊക്കെ, അതായത് എക്സസ് ഓയിലും നമ്മുടെ ഡേർട്ട്സൊക്കെ ഈസി ആയിട്ട് റിമൂവ് ആയി പോകാനായിട്ട് നമ്മളെ സഹായിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സ്റ്റീം എടുക്കണം എന്ന് പറയുന്നത്. അതുപോലെ വേറൊരു കാര്യമാണ്, പലർക്കും സംശയം ഉണ്ടാകും എത്ര പ്രാവശ്യം സ്ക്രബ് ചെയ്യാം എന്നുള്ളത്. നമ്മൾ മാസത്തിൽ 1 പ്രാവശ്യം സ്ക്രബ് ചെയ്താൽ മതി. ഓവറായിട്ട് നമ്മുടെ സ്കിന്നിൽ സ്ക്രബ് ചെയ്യണതും നമ്മുടെ സ്കിന്നിനെ കൂടുതൽ റഫാക്കുകയും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഫൈൻ ലൈൻസ് ഒക്കെ കൂട്ടാനും ഒക്കെ കാരണമാകും. അപ്പോൾ അതുകൊണ്ട് മാസത്തിൽ ഒരിക്കലും മാത്രം നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി. അതും ആ സമയത്ത് നമ്മൾ സ്റ്റീം എടുത്തിട്ട് സ്ക്രബ് ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതാണ്. നമ്മുടെ സ്കിന്നിൻ്റെ പോർസൊക്കെ ഓപ്പൺ ആവണത് കൊണ്ട് നമ്മൾ ഇടുന്ന പാക്ക് നമ്മുടെ സ്കിൻ പോറിലേക്ക് വേഗം ഇറങ്ങിയിട്ട് നമ്മുടെ സ്കിന്നിന് അത് റിജുവിനേറ്റ് ആയിട്ട് വെക്കാനും നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ തരാനൊക്കെ അത് വളരെയധികം നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ എത്ര നേരം സ്ക്രബ് ചെയ്യണം എന്നുള്ളതും ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് ഒരു 5 to 6 മിനിറ്റ് എങ്കിലും നമ്മൾ സ്ക്രബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഫേസ് മസാജ് ചെയ്യുന്ന വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോസൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് സ്ക്രബ് ചെയ്യാനും അതുപോലെ ഫേസ് മസാജ് ചെയ്യാനും ഒക്കെ നിങ്ങളെ സഹായിക്കും. അപ്പോൾ അതാ ഞാൻ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിത് റിമൂവ് ചെയ്യാം. അപ്പോൾ ഞാനൊരു ടിഷ്യൂ ഒക്കെ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വലിയ പിമ്പിൾസ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റീം എടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു പിമ്പിൾ സ്റ്റിക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റിക്ക് കിട്ടും. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്കതിൻ്റെ മുഖത്തൊന്ന് പതുക്കെ പ്രസ് ചെയ്ത്, സ്റ്റീം എടുത്തതിന് ശേഷം അതിൻ്റെ മുഖത്തൊന്ന് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തിരിക്കുന്ന ഡേർട്സ് വളരെ ഈസി ആയിട്ട് വെളിയിലേക്ക് പോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അത് എങ്ങനെയാണ് പിമ്പിൾസ്
റിമൂവ് ചെയ്യണേ, പിമ്പിൾസിൻ്റെ ഹെഡ് എങ്ങനെയാണ് റിമൂവ് ചെയ്യണേ എന്നുള്ളത് ഇതിൽ കാണിക്കാതിരുന്നത്. വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും. എങ്കിലും ഓരോ പ്രാവശ്യവും വീഡിയോ ചെയ്യുന്ന സമയത്ത് എല്ലാം പറഞ്ഞു തരണം, ഒന്നിച്ച് പറഞ്ഞു തരണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ഇതിനകത്ത് പറയണത്. പിമ്പിൾസ് റിമൂവ് ചെയ്യണത് എങ്ങനെയാണ് എന്നുള്ളത് സെപ്പറേറ്റ് തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണേണ്ടവർക്ക് അത് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ എൻ്റെ മുഖമൊക്കെ കഴുകിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം എൻ്റെ മുഖത്ത് ആ കുത്തി കയറിക്കൊണ്ടിരുന്ന എല്ലാം പോയി കേട്ടോ. നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഇപ്പം ഒരു സ്ക്രബ് ചെയ്യുമ്പോൾ ഒരു സോഫ്റ്റ് ഫീൽ നമുക്കുണ്ടാവുമല്ലോ, അതുപോലെ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ സ്ക്രബിൽ ആൽമണ്ട് ഓയിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നല്ലോ. നിങ്ങൾ ആൽമണ്ട് ഓയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ ഇല്ലാത്തവർക്ക് കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ഒക്കെ ഇതിനകത്ത് ആഡ് ചെയ്യാം കേട്ടോ. ഇല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാത്തവർക്ക്, അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റാത്തവർക്ക്, ഓയിൽ അലർജിയോ അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാനും ചെയ്തിട്ടും ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ പാക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് പാക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ എപ്പോഴും സ്റ്റീമൊക്കെ എടുത്ത് നമ്മൾ നമ്മുടെ സ്ക്രബൊക്കെ ചെയ്തതിന് ശേഷം നമ്മുടെ പോഴ്സൊക്കെ എപ്പോഴും ഓപ്പൺ ആയിട്ടുണ്ടാവും. പുറത്തുനിന്ന് നമ്മുടെ സ്കിന്നിലേക്ക് നമ്മളൊരു വൈറ്റമിൻസും ന്യൂട്രിയൻസും ഒക്കെ കൊടുക്കുന്നതാണ് നമ്മൾ പാക്ക് ഇടണത്. അപ്പോൾ പാക്ക് നമ്മളെപ്പോൾ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാലും മസ്റ്റായിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഇത് മുൾട്ടാണി മിട്ടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ 1 സ്പൂൺ മുൾട്ടാണി മിട്ടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫേസ് പാക്കും സ്ക്രബും ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കത് നമ്മുടെ ഫേസിന് എന്തോരാണ് ആവശ്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഉണ്ടാക്കിയാൽ മതി. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു വലിയ സ്പൂൺ മുൾട്ടാണി മിട്ടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് സാൻഡൽവുഡ് പൗഡറാണ് കേട്ടോ. അപ്പോൾ 1 സ്പൂൺ സാൻഡൽവുഡ് പൗഡറും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് റോസ് വാട്ടറും കൂടി ഒഴിച്ചിട്ട് ഇതങ്ങ് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് മിക്സ് ആവാനായിട്ട് പരുവത്തിന് റോസ് വാട്ടറും കൂടി ഒഴിച്ചിട്ട് നമുക്കങ്ങ് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാ ഞാനിവിടെ നമ്മുടെ പാക്ക് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പാക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ബ്യൂട്ടി പാർലറിൽ ക്ലീനപ്പ് ഒക്കെ ചെയ്യാൻ വരുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കി ഇട്ട് കൊടുക്കുന്ന പാക്കാണ് കേട്ടോ. വളരെ നല്ല പാക്കാണ്. അപ്പോൾ ഇതേ ഞാനിപ്പോൾ പാക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പാക്ക് ഇട്ടതിന് ശേഷം നമ്മൾ വർത്താനം പറയാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ സ്കിന്നൊക്കെ മൂവ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഈ പാക്ക് ഉണങ്ങുന്ന സമയത്ത്, ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സ്കിന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ സ്ക്രാച്ച് വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പാക്ക് ഇട്ടതിന് ശേഷം മിണ്ടാതിരിക്കുക. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പാക്കും ഉണങ്ങിയിട്ട് കാണാം. അപ്പോൾ ഇതാ എൻ്റെ ഫേസ് പാക്ക് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫേസ് പാക്ക് റിമൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇച്ചിരി തണുത്ത വെള്ളം കൊണ്ട് റിമൂവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ പോർസൊക്കെ ഒന്ന് ചുരുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് 1-2 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് വേണം അത് റിമൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ആ സ്റ്റീമൊക്കെ എടുത്തപ്പോൾ നമ്മുടെ പോർസൊക്കെ നന്നായിട്ട് ഓപ്പൺ ആയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിലേക്കൊക്കെ നമ്മൾ ഇട്ട പാക്കൊക്കെ ഇറങ്ങി ചെന്ന് നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും നല്ല ഷൈനി ആയിട്ടിരിക്കാനും നല്ല യുവത്വം നിലനിർത്താനൊക്കെ അത് വളരെയധികം നമ്മളെ സഹായിക്കും. അപ്പം ഞാൻ എൻ്റെ മുഖമൊക്കെ കഴുകിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുറത്തുനിന്ന് വന്നപ്പോൾ മുതൽ കഴിഞ്ഞ ആഴ്ച, അപ്പോൾ 2-3 ദിവസം മുന്നേ മുതൽ എനിക്ക് നമ്മളൊരു കുറച്ച് നാൾ കുളിക്കാതിരുന്ന് കഴിയുമ്പോൾ നമുക്കൊരവസ്ഥയില്ല. എനിക്ക് അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു. ഇപ്പം മുഖമൊക്കെ ക്ലീൻ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അടിപൊളി ഫീലായിട്ടോ. കാരണം ഇപ്പോൾ എനിക്ക് എൻ്റെ മുഖം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കത് എങ്ങനെയാണ് നിങ്ങളോട് പറയേണ്ടത്, നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാവണതെന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ ഈ കാണിച്ചു തരുന്ന എല്ലാ രീതികളും നമ്മൾ ബ്യൂട്ടി പാർലറിൽ ചെയ്ത് കൊടുക്കണം അതേ രീതിയിലാണ് ഞാൻ ചെയ്യണത് കേട്ടോ. ഞാനിവിടെ ഹോം റെമഡി ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എൻ്റെ രീതികളെല്ലാം ഞാൻ ബ്യൂട്ടി പാർലറിൽ ചെയ്യുന്ന അതേ രീതിക്കാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പോൾ എല്ലാവരും എന്നും നല്ല ബ്യൂട്ടിഫുള്ളായിട്ടും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഒക്കെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.